അടുത്തതായി ഓണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയിരുന്നത് എന്തായിരിക്കും? ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വള്ളംകളി, വടംവലി, വടംവലി, തിരുവാതിര ഇതൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ നിവിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഓണം ആഘോഷിക്കാൻ, ഓണം കൊണ്ടാടാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. അതാരായിരിക്കും ജിനീഷ് ചേട്ടാ? ഓഫ് കോഴ്സ് മാവേലി. മാവേലി. അപ്പൊ നമുക്ക് മാവേലിനെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ദി അൺഡിസ്പ്യൂട്ടഡ് കിങ് മാവേലി തമ്പുരാൻ. അയ്യോ, മാവേലി പുള്ളി എന്ന് പറഞ്ഞത് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. മാവേലി ഇപ്രാവശ്യം ആളെ എത്തിയിട്ടുണ്ട്, പക്ഷെ ആൾക്ക് ഇപ്രാവശ്യം ഭയങ്കര ഡിമാൻഡാണ്. നമ്മളെല്ലാവരും കൂടി പുള്ളിനെ പാട്ട് പാടി വരവേറ്റാലാണ് പുള്ളി വരവുള്ളത്. അപ്പൊ എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടിയാലോ? നമുക്ക് പാടിയാലോ? പറഞ്ഞേ, കമോൺ ജിബി, സൗണ്ട് ഒക്കെ ഇവിടെ പോയി. നിങ്ങൾ പാടാൻ ആള് പുറത്തേക്ക് ഇറങ്ങില്ല. നാട് വാണിയിടും കാലം എന്ന പാട്ട് എല്ലാവരും ഞങ്ങൾ ഇട്ട് തരും. പാട്ടിന്റെ തുടക്കം ഇട്ട് തരും. എല്ലാവരും എന്റെ ഒപ്പം കൂടെ പിടിച്ചു. കൂടെ പാടില്ലേ? പാടില്ലേ? ശ്രുതി സംഗതി എല്ലാം സ്റ്റേജിൽ കൊണ്ട് പണ്ടേ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആദ്യം നോക്കുന്നത്. എല്ലാവരുടെയും വാഹനം. അപ്പൊ എല്ലാവരും കൂടി പണിയും. ഈ ഓണം നമുക്ക് അടിച്ചു കൊടുക്കണ്ടേ മാവേലിയുടെ കൂടെ? എല്ലാവരും ഉത്തരം പറയും. മാവേലിക്ക് ഇപ്പൊ റെഡിയാണോ? അത് മതി, അത് മതി. മാവേലിനെ നമ്മൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പ്രതിഷ്ഠിക്കുന്നതാണ്.